അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് CBSE ഹിന്ദി ചാപ്റ്റർ 1 രാഖ് കി രസി ആണ്. എന്താണ് രാഖ് കി രസി എന്ന് പറഞ്ഞാൽ? രാഖ് ചാരം, രസി കയറാണ്. അപ്പോൾ അർത്ഥം എന്താണ്? ചാരം കൊണ്ടുള്ള കയർ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലോൻപോഗാർ തിബറ്റ് കെ 32वें രാജ സൗനക്-വസേൻ ഗാംബോ കെ മന്ത്രി थे. ലോൻപോഗാർ നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ ലോൻപോഗാർ തിബറ്റിലെ 32ാമത്തെ രാജാവായിരുന്ന സൗനക്-വസേൻ ഗാംബോ കെ മന്ത്രി थे. തിബറ്റിലെ 32ാമത്തെ രാജാവായിരുന്ന സൗനക്-വസേൻ ഗാംബോയുടെ മന്ത്രിയായിരുന്നു. वे अपनी चालाकी और हाजिर जवाबी के लिए दूर दूर तक मशहूर थे. वे അദ്ദേഹം എന്ന് പറയുന്ന ആരെയാണ്? നമ്മുടെ ലോൻപോഗാർ. അപ്നി ചാലാക്കി ഔർ ഹാസിർ ജവാബി, ചാലാക്കി തൻ്റെ സൂത്രശാലിത്വവും അതുപോലെ തന്നെ ഹാസിർ ജവാബി എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുക. എന്തു പറഞ്ഞാലും അപ്പോൾ തന്നെ മറുപടി പറയുന്ന സ്വഭാവവും കാരണം ദൂർ ദൂർ തക്ക് മഷ്ഹൂർ ഥേ, അങ്ങ് അകലങ്ങളിൽ പോലും അല്ലെങ്കിൽ എല്ലായിടത്തും മഷ്ഹൂർ ഥേ, വളരെ പ്രസിദ്ധനായിരുന്നു. ആര്? ലോൻപോഗാർ. കോയി ഉൻകെ സാമനെ ടിക്താ ന ഥാ, കോയി ഉൻകെ സാമനെ, ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ, ഉൻകെ സാമനെ ആരുടെ മുന്നിലാ? നമ്മുടെ ലോൻപോഗാറിൻ്റെ മുന്നിൽ, ടിക്താ ന ഥാ, പരാജയപ്പെട്ടിരുന്നില്ല. ചൈൻ സെ ജിന്ദഗി ചൽ രഹി ഥി, ചൈൻ സെ വളരെ ഹാപ്പി ആയിട്ട്, ജിന്ദഗി ചൽ രഹി ഥി, ജിന്ദഗി അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഗർ എന്നാൽ ജബ് സെ ഉൻകാ ബേട്ടാ ബഡാ ഹുവാ ഥാ, എന്നാൽ ജബ് സെ ഉൻകാ ബേട്ടാ ബഡാ ഹുവാ ഥാ, തൻ്റെ മകൻ വളർന്നു വലുതായപ്പോൾ മുതൽ ഉൻകെ ലിയെ ചിന്താ കാ വിഷയ ബനാ ഹുവാ ഥാ, തൻ്റെ മകൻ വലുതായപ്പോൾ മുതൽ അദ്ദേഹത്തിന് തൻ്റെ മകനെക്കുറിച്ചുള്ളത് ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീവ്രമായി വന്നുകൊണ്ടിരുന്നു. കാരണം ഇതാക്കി, അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നറിയുമോ? വഹ് ബഹുത്ത് ഭോലാ ഥാ, ആ കുട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ, ലോൻപോഗാറിൻ്റെ മകൻ ബഹുത്ത് ഭോലാ ഥാ, വളരെ നിഷ്കളങ്കനായിരുന്നു. ഭോലാ ഥാ. ഹോഷിയാരി ഉസെ ചൂക്കർ ബി നഹീ ഗയി ഥി, ഹോഷിയാരി ക്ലവർനെസ്, ബുദ്ധിസാമർഥ്യം, ഉസെ ചൂക്കർ ബി നഹീ ഗയി ഥി, ആ കുട്ടിയെ തൊട്ട് തീണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വളരെ നിഷ്കളങ്കനായിരുന്നു ഭോലാ ഥാ. ഹോഷിയാരി ഉസെ ചൂക്കർ ബി നഹീ ഗയി ഥി, ബുദ്ധിസാമർഥ്യം, അതിനെ തൊട്ട് തീണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ചൂന തൊടുക, ചൂക്കർ ബി നഹീ ഗയി ഥി, തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ലോൻപോഗാറിനെ സോച്ച, ലോൻപോഗാർ ചിന്തിച്ചു, സോച്ചന ചിന്തിക്കുക, സോച്ച ചിന്തിച്ചു. മേരാ ബേട്ട ബഹുത് സീധാ സാദാ ഹെ, അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ മകൻ, മേരാ ബേട്ട ബഹുത് സീധാ സാദാ ഹെ, വളരെ നിഷ്കളങ്കനാണ് എൻ്റെ മകൻ. മേരെ ബാദ്, എൻ്റെ കാലശേഷം, ഇസ്ക കാം കൈസേ ചലേഗ, ഇവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളത് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്തയ്ക്ക് കാരണമായ ഒരു വിഷയം അതായിരുന്നു. ഏക് ദിൻ ലോൻപോഗാറിനെ അപ്നെ ബേട്ടേക്കോ 100 भेड़ें देते हुए कहा, ഒരു ദിവസം ഏക് ദിൻ ലോൻപോഗാറിനെ അപ്നെ ബേട്ടേക്കോ, തൻ്റെ മകന് 100 भेड़ें देते हुए, 100 ചെമ്മരിയാടിനെ കൊടുത്തിട്ട് പറഞ്ഞു. 100 भेड़ें, 100 ചെമ്മരിയാടിനെ കൊടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? തും ഇനേം ലേക്കർ ഷഹർ ജാവോ, നീ ഇതിനെയും കൊണ്ട്, ഇനേം ലേക്കർ, ഈ ചെമ്മരിയാടുകളെയും കൊണ്ട്, ഷഹർ ജാവോ, നീ പട്ടണത്തിൽ പോകണം. മഗർ ഇനെ മാർന യാ ബേച്ന നഹി, എന്നാൽ ഇതിനെ മാർന യാ ബേച്ന നഹി, അതിനെ കൊല്ലുകയോ അതിനെ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ഇനി വാപ്പസ് ലാന 100 जौ के बोरों के साथ
മഗർ ഇനെ വാപ്പസ് ലാന, ഇതിനെ മടക്കി കൊണ്ടുവരുമ്പോൾ, തിരിച്ചു കൊണ്ടുവരുമ്പോൾ സൗ ജൗ കെ ബോറോങ് കെ സാത്ത്, അതായത് സൗ ജൗ കെ ബോറോ 100 ചാക്ക്, ബോറ ചാക്കാണ്, 100 ചാക്ക് ജൗ എന്ന് പറഞ്ഞാൽ ബാർലിയാണ്, 100 ചാക്ക് ബാർലിയുമായിട്ട് വേണം നീ വരാനായിട്ട്. വർണ്ണ അല്ലാത്ത പക്ഷം मैं तुम्हें घर में नहीं घुसने दूंगा, അല്ലാത്ത പക്ഷം ഞാൻ നിന്നെ വീട്ടിൽ പ്രവേശിപ്പിക്കില്ല. ഘുസ്ന പ്രവേശിക്കുക, നഹി ഘുസ്നെ ദൂങ്ക ഞാൻ നിന്നെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കത്തില്ല. इसके बाद उन्होंने बेटे को शहर की तरफ रवाना किया. അങ്ങനെ പറഞ്ഞതിന് ശേഷം इसके बाद उन्होंने, അദ്ദേഹം എന്ത് ചെയ്തു? ലോൺപോകാറാണ്. ലോൺപോകാർ തൻ്റെ മകനെ എന്ത് ചെയ്തു? ബേട്ടേക്കോ ഷഹർ കി തറഫ് രവാനാക്കിയ, പട്ടണത്തിലേക്ക് രവാനാക്കിയ, യാത്രയാക്കി. ലോൺപോകാർ കാ ബേട്ട ഷഹർ പഹുഞ്ച് ഗയ, അങ്ങനെ ലോൺപോകാറിൻ്റെ മകൻ ഷഹർ പഹുഞ്ച് ഗയ, പട്ടണത്തിൽ എത്തിച്ചേർന്നു. മഗർ ഇത്തനെ ബോരെ ജൗ ഖരീദിനെ കെ ലിയെ ഉസ്കെ പാസ് റുപേ ഹി കഹാം ഥേ, എന്നാൽ ഇത്തനെ ബോരെ, ഇത്രയും ചാക്ക്, പിതാവ് പറഞ്ഞു വിട്ടത് 100 ചാക്ക് ബാർലി എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അല്ലേ? എന്നാൽ ഇത്തനെ ബോരെ, ഇത്രത്തോളം ചാക്ക്, ജൗ ഖരീദിനെ കെ ലിയെ, ജൗ ബാർലി ഖരീദിനെ കെ ലിയെ വാങ്ങിക്കുന്നതിന്, ഉസ്കെ പാസ് റുപേ ഹി കഹാം ഥേ, അവൻ്റെ പക്കൽ പണം എവിടെ? പണമുണ്ടായിരുന്നോ? വഹ ഇസ് സമസ്യ പർ സോച്ചനെ വിചാരനെ കെ ലിയെ സഡക് കിനാരെ ബൈഠ് ഗയ. വഹ ഇസ് സമസ്യ പർ, അവൻ ആരാണ്? നമ്മുടെ ലോൺപോകാറിൻ്റെ മകനാണ്. വഹ്, അവൻ ഇസ് സമസ്യ പർ സോച്ചനെ വിചാരനെ കെ ലിയെ, ഈ സമസ്യ, ഈ ഒരു പ്രശ്നം, അച്ഛനേൽപ്പിച്ച് വിട്ടിരിക്കുന്ന 100 ചാക്ക് ബാർലി വാങ്ങിക്കുക എന്നുള്ള ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് അത് ചിന്തിച്ച്, സോച്ചിനെ വിചാരണെ കേളിയെ, അതിനെക്കുറിച്ച് ആലോചിച്ച് അവൻ സടക്ക് കിനാരെ ബൈഠ് ഗയ, എന്ത് ചെയ്തു? റോഡിൻ്റെ സമീപത്ത് ഇരുന്നു. മഗർ കോയി ഹൽ ഉസ്കി സമജ് മേ ഹി നഹി ആ രഹാ ഥാ, പക്ഷെങ്കിൽ കോയി ഹൽ, ഒരു സൊല്യൂഷൻ പോലും, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം പോലും, ഉസ്കി സമജ് മേ ഹി നഹീം ആ രഹാ ഥാ, അവൻ്റെ ചിന്തയിലൊന്നും, അവൻ എന്താണ് അതിനൊരു പരിഹാരം എന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. വഹ് ബഹുത്ത് ദുഃഖിത, അവൻ വളരെ ദുഃഖിതനായിരുന്നു. തഫി ഏക് ലഡ്കി ഉസ്കെ സാമനെ ആ ഖടി ഹുയി, ആ സമയത്ത് ഒരു പെൺകുട്ടി, ഉസ്കെ സാമനെ ആ ഖടി ഹുയി, അവൻ്റെ മുന്നിൽ വന്ന് ഒരു പെൺകുട്ടി നിന്നു. ക്യാ ബാത് ഹേ തും ഇത്തനെ ദുഃഖി ക്യൂം ഹോ, എന്താ കാര്യം? പെൺകുട്ടി ചോദിച്ചതാണ്. എന്താ കാര്യം? ക്യാ ബാത് ഹേ തും ഇത്തനെ ദുഃഖി ക്യൂം ഹോ, എന്താണ് ഇത്രയും ദുഃഖിതനായിട്ടിരിക്കുന്നത്? ലോൺപോകാർ കെ ബേട്ടേനെ അപ്ന ഹാൽ കഹ് സുനായ, ലോൺപോകാർ കെ ബേട്ടെ എന്ത് ചെയ്തു? ഈ മകൻ, ലോൺപോകാറിൻ്റെ മകൻ, അപ്ന ഹാൽ, തൻ്റെ അവസ്ഥ, തൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കഹ് സുനായ, പറഞ്ഞു കേൾപ്പിച്ചു. ആ പെൺകുട്ടിയെ കേൾപ്പിച്ചു. സുനായ, കേൾപ്പിച്ചു. ഇസ്മേ ഇത്തനാ ദുഃഖി ഹോനെ കി കോയി ബാത്ത് നഹി, മേ ഇസ്കാ ഹൽ നികാൽ ദേത്തി ഹും. അപ്പോൾ പെൺകുട്ടി മറുപടി പറഞ്ഞു, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, ഇസ്മേ ഇത്തനാ ദുഃഖി ഹോനെ കി കോയി ബാത്ത് നഹി, ഇതിൽ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. മേ ഇസ്കാ ഹൽ നികാൽ ദേത്തി ഹും, ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിത്തരാം. ഇത്തന കേൾക്കർ ലഡ്കീനെ भेड़ों के बाल उतारने और उन्हें बाजार में बेच दिया. ഇത്രയും പറഞ്ഞിട്ട് പെൺകുട്ടി എന്ത് ചെയ്തു? ഭേഡോങ്കെ ബാൽ ഉതാർനെ, ഈ ചെമ്മരിയാടുകളുടെ രോമം എന്ത് ചെയ്തു? അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഉന്നെ ബാസാർ മേ ബേച്ച് ദിയ, അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി ബേച്ച് ദിയ, അതിനെ വിറ്റു. ജോ റുപ്പയെ മിലെ, അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, ക്യാഷ് എത്രത്തോളം കിട്ടിയോ, ഉൻസെ ജൗക്കെ സൗ ബോരെ ഖരീദ് കർ, അതുകൊണ്ട് ആ പൈസ കൊണ്ട് ജൗക്കെ ബാർലിയുടെ സൗ ബോരെ 100 ചാക്ക് ഖരീദ് കർ വാങ്ങിച്ചിട്ട് ഉസെ ഘർ വാപ്പസ് ഭേജ് ദിയ, അവനെ, ഉസെ ആരെയാണ്? നമ്മുടെ ലോൺപോകാറിൻ്റെ മകനെ
ഘർ വാപ്പസ് ഭേജ് ദിയ, വീട്ടിലേക്ക് മടക്കി അയച്ചു. ലോൻപോഗാർ കെ ബേटे को लगा कि उसके पिता बहुत खुश होंगे. ലോൻപോഗാർ കെ ബേटे को लगा, ലോൻപോഗാറിൻ്റെ മകന് ലഗ തോന്നി. എന്താ തോന്നിയത്? ഉസ്കെ പിതാ ബഹുത്ത് ഖുഷ് ഹോങ്കെ, അവൻ്റെ അച്ഛൻ ബഹുത്ത് ഖുഷ് ഹോങ്കെ, വളരെ സന്തോഷിക്കും. 100 ചാക്ക് ബാർലിയുമായിട്ട് ചെല്ലുമ്പോൾ സന്തോഷിക്കും. മഗർ ഉസ്കി ആപ് ബീത്തി പർ ഉന്നോനെ ധ്യാൻ നഹീ ദിയ, എന്നാൽ അദ്ദേഹം ആപ് ബീത്തി പർ, ആ ഇൻസിഡൻറ്റിൽ, ആ സംഭവത്തിൽ, ആപ് ബീത്തി, ആ സംഭവത്തിൽ ഉന്നോനെ ധ്യാൻ നഹീ ദിയ, അദ്ദേഹം ശ്രദ്ധ കൊടുത്തതേയില്ല. വേ ഉടുക്കർ കമരേസെ ബാഹർ ചലേഗെ, മകൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തു ചെയ്തു? സംഭവങ്ങളെല്ലാം കേട്ടിട്ടും അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചില്ല. വേ ഉഡ്കർ, അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അപ്നെ കമരേസെ ബാഹർ ചലേഗെ, എന്ത് ചെയ്തു? തൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് എവിടോ പോയി. ദൂസരേ ദിൻ, രണ്ടാമത്തെ ദിവസം ഉന്നോനെ അപ്നെ ബേട്ടേക്കോ ബുലാക്കർ കഹ, രണ്ടാമത്തെ ദിവസം അദ്ദേഹം ഉന്നോനെ അപ്നെ ബേട്ടേക്കോ, തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, പിछली बार भेड़ों के बाल उतार कर बेचना मुझे ज़रा भी पसंद नहीं आया. पिछली बार, കഴിഞ്ഞ പ്രാവശ്യം നീ भेड़ों के बाल उतार कर, ഈ ചെമ്മരിയാടുകളുടെ രോമം മുറിച്ചെടുത്ത് വിറ്റത് മുझे ज़रा भी पसंद नहीं आया, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. अब तुम दोबारा उन्हें भेड़ों को लेकर जाओ. अब तुम, ഇപ്പം നീ എന്ത് ചെയ്യണം എന്നറിയാവോ? ദോബാര, രണ്ടാമത്തെ പ്രാവശ്യം. ഉനിയും ഭേഡോം കോ ലേക്കർ ജാവോ, നീ 100 ചെമ്മരിയാടുകളെയും കൊണ്ട് എന്ത് ചെയ്യുക? വീണ്ടും പട്ടണത്തിലേക്ക് തന്നെ പോകൂ. ഉൻകെ സാത്ത് ജൗക്കെ സൗ ബോരെ ലേക്കർ ഹി ലൗട്ടിന, മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും അദ്ദേഹം പറഞ്ഞു, 100 ചാക്ക് ബാർലിയുമായിട്ട് നീ തിരിച്ചു വരിക.